മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. തിരൂരിൽ മസാജ് സെന്ററിലെത്തിയ യുവാവിനെ ആക്രമിച്ച് പണവും സ്വർണവും കവർന്നതായി പരാതി. എറ്റിക്കടവിന് സമീപത്ത് പ്രവർത്തിക്കുന്ന മസാജ് സെന്ററിലെത്തിയ തെക്കൻകുറ്റൂർ സ്വദേശിയായ യുവാവിന്റെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ ചെയിനും 30,000 രൂപയുമാണ് കവർന്നതായി പറയുന്നത്. സംഭവത്തിൽ തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അക്രമത്തിൽ പരിക്കേറ്റ യുവാവ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. വെള്ളിയാഴ്ച രാത്രി 7:30ഓടെയാണ് തെക്കൻകുറ്റൂർ കരിമ്പന സ്വദേശിയായ തെക്കേപുരക്കൽ മനോജ് എറ്റിക്കടവിന് സമീപത്ത് പ്രവർത്തിക്കുന്ന മസാജ് സെന്ററിലെത്തിയത്. ആദ്യം 1,500 രൂപ ഫീസ് അടയ്ക്കാൻ പറഞ്ഞെന്നും തുടർന്ന് പ്രത്യേക റൂമിലെത്തിയ മനോജിനോട് വസ്ത്രങ്ങൾ മാറാൻ പറഞ്ഞുവെന്നും പിന്നീട് തന്റെ ഫോട്ടോ എടുത്തതായും യുവാവ് പറയുന്നു. ഞാൻ ഇന്നലെ ഏകദേശം ഒരു 7:30 മണിക്ക് ശേഷം ഇങ്ങനെ ഈ എറ്റിക്കടവ് എന്ന് പറഞ്ഞ അന്നാര ഭാഗത്തുള്ള ഈ ആയുർവേദിക് മസാജ് സെന്റർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി. അവിടുന്ന് ഒരു ക്യാഷ് കൗണ്ടറിൽ നിന്ന് അവർ പറഞ്ഞു 1,500 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് അവർ എൻ്റെ കയ്യിൽ കൂടുതൽ ക്യാഷ് കണ്ടു. പേഴ്സിൽ എൻ്റെ കഴുത്തിൽ ഈ സ്വർണ്ണ ചെയിനും കാര്യങ്ങളുണ്ടായിരുന്നു. അവർ എന്നോട് പറഞ്ഞ അകത്തേക്ക് കയറാൻ പറഞ്ഞു. ഞാൻ അകത്ത് കയറി എന്നോട് ഡ്രസ്സ് അഴിക്കാൻ പറഞ്ഞു. ഡ്രസ്സ് അഴിച്ച് ആ സ്പോട്ടിൽ ഇവരെന്ത് ചെയ്തു, എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു ബ്ലാക്ക് മെയിൽ ചെയ്യണ പോലെ അവർ നിങ്ങൾ ഒരു 2 ലക്ഷം തരണം, നിങ്ങൾ ഇതിൽ വൈറ്റ് പേപ്പറിൽ ഒപ്പിടണം, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞാണ്ട് എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറി. അപ്പോൾ ഞാൻ എന്താ എന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കഴുത്തിൽ സ്വർണ്ണ ചെയിൻ ഉണ്ടായിരുന്നു. ആ സ്വർണ്ണ ചെയിന് അവർ വലിച്ചു പൊട്ടിച്ചു. അത് അവരുടെ കയ്യിലായി. പിന്നെ ഇതുപോലെ എൻ്റെ കഴുത്തിൽ പിടിച്ച് അവർ ഓടിച്ചു. പിന്നെ കയ്യിലെന്തോ സാധനം ഉണ്ടായിരുന്നു. ആ സാധനം കൊണ്ട് കൈ കൊണ്ടാണ് അടിക്കുന്നത്. കയ്യിൽ എന്തോ ഉള്ളിലുണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ എനിക്ക് പൊട്ടിയിട്ട് നല്ലോണം ബ്ലഡ് വന്നു. ഇപ്പോൾ ഒരു 3 സ്റ്റിച്ചോളം ഇട്ടിട്ടുണ്ട്. തന്നെ ആക്രമിച്ചതായും പേഴ്സിലുണ്ടായിരുന്ന പണവും സ്വർണ്ണ ചെയിനും കവർന്നെടുത്തതായും മനോജ് പറഞ്ഞു. ക്യാഷ് ഉണ്ടായിരുന്നു, ഏകദേശം 30,000 രൂപയോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കുറച്ച് പൈസ ഉള്ളൂ. അത് മുഴുവൻ അവരെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ട മോതിരം ഉണ്ടായിരുന്നു. മോതിരം ഊരെടുക്കാൻ നിന്നു. പക്ഷേ മോതിരം അവരറിയാതെ ഞാൻ അത് പേഴ്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. മസാജ് സെന്ററിൽ നിന്നും രക്ഷപ്പെട്ട മനോജ് രാത്രി 11 മണിയോടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കഴുത്തിനും നെറ്റിക്കും സാരമായി പരിക്കേറ്റതായി മനോജ് പറഞ്ഞു. പോലീസ് എത്തി മനോജിന്റെ മൊഴിയെടുത്തു. തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.